നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? എപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലും എനിക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. പച്ചരി വെച്ചിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇതിപ്പോൾ പച്ചരിയും വേണ്ട, അരിപ്പൊടിയൊന്നും വേണ്ട. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് റവയും 1 കപ്പ് ഗോതമ്പ് പൊടി, മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് നല്ല പഴുത്ത 2 പഴവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശർക്കര പാനി, വെള്ളത്തിൻ്റെ കുറവ് കുറച്ചുണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഏലക്കയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പൊടിക്ക് ഈസ്റ്റും. ഇതൊക്കെ കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുത്തത്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തതും തേങ്ങ ചിരകിയതോ എള്ളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കണില്ല. എണ്ണ ചൂടായി വന്നപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുത്തു. നേരത്തെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എൻ്റെ പിള്ളേർ പറയും ഇത് കൊണ്ട് ആരെങ്കിലും എറിഞ്ഞ് വീഴ്ത്താന്ന്. പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു. കുഞ്ഞിന് വരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.